നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലിലെ ഭക്ഷണത്തെക്കുറിച്ച് സത്യത്തിൽ സമൂഹത്തിൽ നിരവധി അഭിപ്രായങ്ങളും തർക്കങ്ങളും ഒക്കെയുണ്ട്. ജയിലിൽ പരമ്പരാഗതമായി പഴയ രീതിയിലുള്ള ഭക്ഷണമല്ല ഇപ്പോൾ ലഭിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഗോതമ്പുണ്ടയായിരുന്നു ജയിൽ മെനുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ അതങ്ങനെയല്ല. ചോറും സദ്യയും അതുപോലെ തന്നെ മത്സ്യവും മാംസവും ഒക്കെ അടങ്ങുന്ന മട്ടൻ കറിയും ചിക്കൻ കറിയും ഒക്കെ അടങ്ങുന്ന വലിയ ബൃഹത്തായ ഒരു മെനു ഇപ്പോൾ ജയിലിനകത്തുണ്ടെന്നും കുറ്റവാളികൾക്ക് സ്വാദേറിയ അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് ജയിലിൽ ഒരുക്കിയിട്ടുള്ളത് എന്നുമൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല അത് പുരോഗമനപരമായ ഒരു സമൂഹത്തിൻ്റെ പ്രതീകമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അതായത് ജയിലിൽ കിടക്കുന്നത് കുറ്റവാളികളാണെങ്കിലും മാനുഷികമായ പരിഗണന അവർക്ക് നൽകണം. അവർക്ക് ഈ പുറത്ത് ലഭിക്കുന്നത് പോലെയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം അവർക്കും നൽകണം. അതിലൂടെ കൃത്യമായ ഭക്ഷണം നൽകുന്നതിലൂടെ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക, അവർ ചെയ്തത് കുറ്റകൃത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തിലൊരു പുതിയ മനുഷ്യനായി പുറത്തു വരിക എന്നതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യമായി അവർ പറയുന്നത്. പക്ഷേ ജയിലിൽ അങ്ങനെ മൃഷ്ടാന്ന ഭോജനം കൊടുത്താൽ ജയിലിൽ കഴിയാനുള്ള ബുദ്ധിമുട്ട് അത് ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കില്ല. മാത്രമല്ല ജയിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല എങ്കിൽ അതൊരു കറക്ഷൻ സെൻ്ററായി മാറുകയില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി അല്ലെങ്കിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ജയിൽ ഭക്ഷണം റൊട്ടിയും ഗോതമ്പുണ്ടയും ഒക്കെ ആക്കി മാറ്റണം എന്ന് പറയുന്നവരുമുണ്ട്. ജയിലിനല്ല മട്ടൻ കറിയും അതുപോലെ തന്നെ ബിരിയാണിയും ഒക്കെ കൊടുക്കേണ്ടത് സ്കൂളുകളിലാണ്, കുട്ടികൾക്കാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്, കുറ്റവാളികൾക്കല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഈ അടുത്ത കാലത്ത് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സി ജോസഫ് വിജയ് ജയിലിലല്ല ഈ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കേണ്ടത് എന്നൊരു അഭിപ്രായം പ്രകടിപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ജയിൽ മെനു വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം ജയിലിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തുന്നു, മെനുവിൽ ഇന്നതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴാണ് അത്തരത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ സജീവമാകുന്നത്. ഈ അടുത്ത കാലത്ത് ജയിലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത അത് ചർച്ചാ വിഷയമായത് ജയിലിനകത്ത് ചെയ്യുന്ന ജോലിക്കുള്ള കൂലിയാണ്. 600-800 രൂപ ഓരോ ദിവസവും ജയിലിൽ തൊഴിലെടുക്കുന്ന ജയിൽ പുള്ളികൾക്ക് ലഭിക്കും എന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ കൂലി വളരെ കുത്തനെ ഉയർത്തുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ജയിൽ പുള്ളികൾക്കുള്ള ശമ്പള വർധനവ്, കൂലി വർധനവ് വലിയ ചർച്ചാ വിഷയമായത്. അതനുസരിച്ച് 10 വർഷം ജയിലിൽ കിടന്ന് പുറത്തേക്ക് വരുന്ന ഒരു വ്യക്തി ലക്ഷപ്രഭുവായി മാറുന്നു. അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിയുന്നതാണ് നല്ലത്. ഇങ്ങനെയൊക്കെയുള്ള പരിഹാസങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ആ രീതിയിൽ ജയിലിൽ വരുത്തുന്ന മാറ്റങ്ങൾ അത് എപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട്. ഇപ്പോൾ പുതിയ ജയിൽ DGP-ആയി ശ്രീജിത്ത് ചുമതലയേറ്റിരിക്കുന്നു. അദ്ദേഹം ഒരു അഭിമുഖം കേരളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയിരുന്നു. ആ മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അത് തീർച്ചയായും സമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഉണർത്തുന്നതാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഈ മട്ടൻ പോലെയുള്ള ആഡംബര വിഭവങ്ങൾ അത് ജയിൽ മെനുവിൽ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യുമെന്ന് തന്നെയാണ്. അതായത് ജയിൽ പുള്ളികൾക്ക് മട്ടനും അതുപോലെയുള്ള മറ്റ് ആഡംബര വിഭവങ്ങളും ഒന്നും നൽകേണ്ടതില്ല. അത് ജയിൽ പുള്ളികളെ ഗുണപരമായി അല്ല ബാധിക്കുന്നത്, ദോഷകരമായി ബാധിക്കും. അവരുടെ ആരോഗ്യത്തെ അത് ഇല്ലാതെയാക്കും. കാരണം ഇവരെല്ലാം തടവ് പുള്ളികളാണ്, അവർ ഏകാന്തവാസം അനുഷ്ഠിക്കുന്നവരാണ്. അവർക്ക് ഇത്തരത്തിലുള്ള റെഡ് മീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്താൽ അവരുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. ഇപ്പോൾ തന്നെ ഒട്ടനവധി ജയിൽ പുള്ളികൾക്ക് വലിയ അസുഖങ്ങളുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ മൊത്തം തടവുകാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം പേരും അസുഖബാധിതരാണ്. HIV പോലെയുള്ള, ക്ഷയം പോലെയുള്ള അസുഖം ബാധിച്ചവർ ധാരാളമുണ്ട്. ഓരോ ദിവസവും കൃത്യമായി മരുന്ന് കഴിച്ചില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാകുന്ന ധാരാളം ജയിൽ പുള്ളികളുണ്ട്. ഇവരുടെയൊക്കെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ മട്ടൻ കറി ഒരിക്കലും പര്യാപ്തമല്ല എന്നാണ് പുതിയ ജയിൽ DGP ശ്രീജിത്ത് ഈ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഡംബര ഭക്ഷണം എന്നതിനേക്കാൾ ഉപരിയായി ജയിൽ പുള്ളികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന വിഭവങ്ങളായിരിക്കും നൽകുക. അതായത് പയറും കഞ്ഞിയും എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോഷക മൂല്യമുള്ള മറ്റൊരാഹാരമില്ല. ബിരിയാണിയെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മട്ടൻ കറിയെപ്പോലെയോ മാംസവിഭവങ്ങളെ പോലെയോ ഒന്നും ആരോഗ്യത്തിന് ദോഷകരമായ യാതൊന്നും ഇതുപോലുള്ള ഭക്ഷണ വിഭവങ്ങളിലില്ല. നാടൻ വിഭവങ്ങളാണ്. മാത്രമല്ല ഈ തടവ് പുള്ളികൾ, അത് അവർ ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ, അവർക്ക് കൃത്യമായ ആരോഗ്യവും അസുഖങ്ങളില്ലാത്ത ഒരു സാഹചര്യവും, അസുഖങ്ങൾ ഉള്ളവർക്ക് അത് കൂടുതൽ ഭക്ഷണം കാരണം, അവിടുത്തെ മെനു കാരണം അത് കൂടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് മെനുവിൽ കൃത്യമായ മാറ്റം വരുത്തും. ആഡംബര വിഭവങ്ങൾ
മെനുവിൽ നിന്നും നീക്കം ചെയ്യും എന്ന് തന്നെയാണ് DGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടുള്ള ശ്രീജിത്ത് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ജയിലിൻ്റെ സുരക്ഷയ്ക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് ജയിൽ സുരക്ഷ, അതിൽ ജയിൽ CCTV ക്യാമറകളൊക്കെ എല്ലാ ജയിലുകളിലുമുണ്ട്. ആ ഈ CCTV ക്യാമറകൾ 24 മണിക്കൂറും ഇപ്പോൾ മാനുവലായി ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ് ചെയ്യാറുള്ളത്. ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാലഹരണപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും അതുപോലെ തന്നെ വിയൂർ സെൻട്രൽ ജയിലിൻ്റെയും ഒക്കെ സുരക്ഷ അതീവ പ്രാധാന്യമുള്ള തീവ്രവാദ കേസുകളിലടക്കം ശിക്ഷിക്കപ്പെട്ട തടവുകാർ ഈ ജയിലുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ വിയൂർ ജയിലിൽ ഇപ്പോൾ ഡ്രോൺ പരീക്ഷണം അത് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. തടവുകാർ, ആയിരക്കണക്കിന് തടവുകാരാണ് ഓരോ സെൻട്രൽ ജയിലിലും പാർപ്പിച്ചിരിക്കുന്നത്. അവരെ ആ ജയിലുകൾ ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്തേക്ക് തടവുകാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ കണ്ണൂർ ജയിലിലാണെങ്കിൽ നിരന്തരം അവിടെ നിന്നും ടെലിഫോണുകൾ, മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. സിഗരറ്റ് പോലെയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ജയിലുകളിൽ നടക്കുന്നുണ്ട്. ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ജയിലിൽ നടക്കുന്നത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഗോവിന്ദച്ചാമി ജയിൽ ചാടി പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെയുള്ള സുരക്ഷാ വീഴ്ചകൾ ഇല്ലാതാക്കാനുമൊക്കെ സാങ്കേതിക വിദ്യയുടെ സഹായം തേടുമെന്നാണ് ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ അതിനുപയോഗിക്കും. 24 മണിക്കൂറും CCTV ക്യാമറകൾ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് നിരീക്ഷിക്കുന്നതിന് പകരം AI സംവിധാനം ഉൾപ്പെടുത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള മാരകായുധങ്ങളോ അതുപോലെ തന്നെ സംഘം ചേരലുകളോ ഒക്കെ ജയിൽ പരിസരത്ത് കണ്ടാൽ ആ സിസ്റ്റം തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് അലർട്ട് നൽകുകയും കൃത്യമായ സൂചനകൾ അടക്കം നൽകുകയും ചെയ്യും. ഇതെല്ലാം ജയിലിൻ്റെ സുരക്ഷ അവതാളത്തിനാക്കുന്നത് തടയും എന്നാണ് ഇപ്പോൾ പുതിയ ജയിൽ DGP ശ്രീജിത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അത് ജയിലുകളിൽ ഉണ്ടാകും. ജയിലുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായി വിനിയോഗിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ജയിലുകൾ ഒരു തടവു കേന്ദ്രം എന്നതിനപ്പുറം ഒരു കറക്ഷൻ സെൻ്ററായി മാറണമെന്നും താൻ ഈ അടുത്ത കാലത്ത് സൗത്ത് ആഫ്രിക്ക സന്ദർശിച്ചപ്പോൾ അവിടെ നിന്നും ചില മാതൃകകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ ജയിലുകൾ, ആ ജയിലുകളിൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. രാഷ്ട്രത്തിനെതിരായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനം പോലും കേരളത്തിലടക്കമുള്ള ജയിലുകളിൽ നടക്കുന്നുണ്ട് എന്ന് ഈ അടുത്തിടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കൃത്യമായ നിർദ്ദേശം, എല്ലാ സംസ്ഥാനത്തെയും ആഭ്യന്തര മന്ത്രിമാർക്കും വകുപ്പുകൾക്കുമെല്ലാം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ജയിലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, കുറ്റവാളികൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ ഈ തടിയൻ്റെവിട നസീറിനെ പോലെയുള്ള കൊടും ഭീകരവാദികൾ ജയിലിനുള്ളിൽ കഴിയുന്നുണ്ട്. അവർ അവിടെ കിടന്നുകൊണ്ട് റിമാൻഡ് പ്രതികളായി എത്തുന്ന ആളുകളെ അവരുടെ ഉള്ളിൽ ഈ തീവ്രവാദം ജനിപ്പിച്ച് പെട്ടെന്ന് തന്നെ അവരെ റാഡിക്കലൈസ് ചെയ്ത് പുറത്തുവിടുന്നു. അതിനുശേഷം ജയിലിൽ നിന്ന് ഉത്തരവിടുന്നത് പ്രകാരം ആ പുറത്ത് ആളുകൾ ഭീകരാക്രമണം പോലും നടത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ജയിലുകൾ അത് സുപ്രധാനമാണ്. ജയിലുകളിൽ തടവ് പുള്ളികളാണുള്ളത്, കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളാണുള്ളത്, കുറ്റവാസനയുള്ള ആളുകളാണുള്ളത്. അവരെ കൃത്യമായി ഒരു മനുഷ്യനാക്കി പുറത്തുവിടുന്നതിനു പകരം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, മനസ്സ് മാറാതിരിക്കുക, ഇതൊന്നും ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ നയം. അതനുസരിച്ചാണ് DGP ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരും, ഭക്ഷണക്രമത്തിലടക്കം ചില മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ജയിലുകളിൽ, സംസ്ഥാനത്തെ ജയിലുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുക കൂടി ചെയ്തതോടുകൂടി ജയിലുകളിൽ പ്രത്യേക നിരീക്ഷണവും സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണവും ജയിൽ പുള്ളികളുടെ ആരോഗ്യത്തിന് ഉതകുന്ന ഭക്ഷണവും നൽകും എന്നാണ് ഇപ്പോൾ ജയിൽ DGP പ്രഖ്യാപിച്ചിരിക്കുന്നത്.